ഗുഡ് മോർണിംഗ് ഓൾ. ബികോം BBA തേർഡ് സെമസ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സുകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമുക്കറിയാം, ഒരു ബിസിനസ് നമുക്ക് 5 ഫോംസിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാൾ സ്വന്തം ഒരു ബിസിനസ് നടത്തുന്നതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ണർഷിപ്പ്, പാർട്ട്നേഴ്സായിട്ട് ബിസിനസ് നടത്തുന്നത്. അതുപോലെ കമ്പനി ഫോം, ദെൻ കോപ്പറേറ്റീവ് ഫോംസ്, അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF ഫോം. ഈ രൂപത്തിലൊക്കെ നമുക്ക് കമ്പനികൾ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ദെൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അതുപോലെ പാർട്ട്ണർഷിപ്പ്, ഇതിൻ്റെയൊക്കെ അക്കൗണ്ട്സുകൾ നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസിൻ്റെ അക്കൗണ്ട്സുകളാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം കമ്പനികൾ 2 തരത്തിലുണ്ട്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 7 മെമ്പേഴ്സ് ആവശ്യമാണ്. മാക്സിമം അൺലിമിറ്റഡ് ആണ്, എത്ര ആളുകൾക്കും കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കഴിയും. പ്രൈവറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ വെറും 2 പേര് മാത്രം മതി സ്റ്റാർട്ട് ചെയ്യാൻ. മാക്സിമം 200 പേഴ്സൺസിനെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഫോർ ബിസിനസ്. കമ്പനികൾ പ്രധാനമായിട്ടും ഫണ്ട് റൈസ് ചെയ്യുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടും അതുപോലെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുമാണ്. ഷെയർസ് നമുക്കറിയാം 2 തരത്തിലുണ്ട്, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ്. ഷെയറിന് കൊടുക്കുന്നത്, അവർക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് ഡിവിഡൻ്റാണ്. കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് അല്ല. ഓക്കെ, അവർ ജസ്റ്റ് കടം മേടിച്ച ആളുകളെ പോലെ തന്നെയാണ്. ദെൻ അടുത്ത ഫോമാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫ്രം പബ്ലിക്കാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കടം മേടിക്കുകയാണ്. ഓക്കെ, കടം മേടിച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. അതിനപ്പുറം അവർക്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. ഓരോ വർഷവും അവർ നൽകിയ എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് അവർക്ക് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഏതെല്ലാം ടോപ്പിക്സുകൾ നമുക്ക് കവർ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ അതുപോലെ ഡിബഞ്ചേഴ്സ്, ഇവർ 2 പേരും കമ്പനിയുടെ ഓണേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇവരുടെ എമൗണ്ട് കമ്പനി തിരിച്ചു കൊടുക്കണം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തന്ന എമൗണ്ട് കമ്പനി തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. ആ പ്രോസസ്സിനെ പറയുന്നതാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബോണസ് ഷെയർ ആൻഡ് റൈറ്റ് ഇഷ്യൂ. ബോണസ് ഷെയർസ് എന്ന് പറയുമ്പോൾ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് ഷെയർ കൊടുക്കുന്നതാണ് ബോണസ് ഷെയർ. എക്സ്ട്രാ വെറുതെ ഫ്രീ ഓഫ് കോസ്റ്റിന് ഷെയർ കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. ദെൻ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ കമ്പനി പുതിയൊരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി ആദ്യം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയർ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഇഷ്യൂ ചെയ്യണം. അവർക്ക് താല്പര്യമില്ല എങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അവർ മേടിക്കാൻ റെഡി ആണെങ്കിൽ ആദ്യം അവർക്ക് തന്നെ കൊടുക്കണം, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കണം. ദെൻ അതിന് ശേഷം മാത്രമേ പുറത്തുള്ള പബ്ലിക്സിന് ആ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയറുകളെ കമ്പനി തിരിച്ച് മേടിക്കുകയാണ്. അതായത് ഷെയറിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ കമ്പനി എന്ത് ചെയ്യാണ്? ഒരുപാട് ഷെയറുകൾ ഇഷ്യൂ ചെയ്തു, ഇനി അത്രയൊന്നും ഷെയർ വേണ്ട, കുറച്ച് ഷെയർ കമ്മിയാക്കണം എന്ന് പറയുന്ന സമയത്ത് കമ്പനികൾ ഷെയർ ഇങ്ങോട്ട് തിരിച്ച് മേടിക്കും. അതാണെന്ത് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ. ഒരുപാട് ഷെയർസ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞ ലാഭമേ കിട്ടുള്ളൂ. സോ ഷെയർസിൻ്റെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്ത ഷെയറുകളൊക്കെ തിരിച്ച് മേടിക്കും. ആർക്കെങ്കിലും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്പനികൾക്ക് തന്നെ വിൽക്കാം. അതാണെന്ത് ബൈബാക്ക് ഓഫ് ഷെയർസ്. ദെൻ അടുത്തതാണ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാങ്കിങ് കമ്പനികളുടെ അക്കൗണ്ട്സുകൾ. ഓക്കെ, ദെൻ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ അക്കൗണ്ട്സുകൾ. ഇതൊക്കെ കമ്പനികളിൽ നിന്നും ഡിഫറൻ്റ് ആണ്. നെക്സ്റ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കമ്പനി അതുപോലെ സബ്സിഡിയറി കമ്പനീസിൻ്റെ അക്കൗണ്ട്സുകളാണ്. എന്ന് വെച്ചാൽ എ ലിമിറ്റഡ് എന്ന കമ്പനി ബി ലിമിറ്റഡിനെ മേടിക്കുകയാണ്. ആ മേടിക്കുന്ന സമയത്തുള്ള അക്കൗണ്ട്സുകളാണെന്ത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനടുത്താണ്
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളുമാണ് നമുക്ക് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. സോ എന്താണ് ഡിബഞ്ചർ? ഡിബഞ്ചർ ഈസ് ദി ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു റൈസ് ഫണ്ട്. ഒരുപാട് കാലത്തേക്ക് ലോങ് ടേമിന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളാണിത് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിക്ക് ലോങ് ടേമിന് ഫണ്ട് ആവശ്യമാണ്, ഒരുപാട് കാലത്തേക്ക് ഫണ്ട് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് പബ്ലിക്സിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബോറോവ്ഡ് ക്യാപിറ്റൽ. ഇത് ബോറോവ്ഡ് ക്യാപിറ്റലാണ്, അതായത് കടം മേടിച്ച എമൗണ്ടാണ്. ദ പേഴ്സൺ ഹാവിങ് ഓർ ഹോൾഡിംഗ് ദി ഡിബഞ്ചർ ഈസ് കോൾഡ് ഡിബഞ്ചർ ഹോൾഡർ. ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചർ ഉള്ളത് അയാളുടെ പറയുന്ന പേരാണ് ഡിബഞ്ചർ ഹോൾഡർ, അതായത് കടം കൊടുത്തയാൾ. ഓക്കെ. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ. നെക്സ്റ്റ്, ഡിബഞ്ചർ കനോട്ട് ബി റിഡീംഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിബഞ്ചർ ഒരിക്കലും ഡിസ്കൗണ്ടിന് തിരിച്ചു കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ 100 രൂപ നമ്മൾ മേടിച്ചിട്ട് ഒരിക്കലും 90 രൂപ തിരിച്ചു കൊടുക്കാൻ പാടില്ല. അതാണെന്ത്? ഡിബഞ്ചർ കനോട്ട് ബി റിഡീംഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇഷ്യൂ അറ്റ് പാർ, പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കടം മേടിക്കുന്ന സമയത്ത് അത് പാറിന് ഇഷ്യൂ ചെയ്യാം, അതായത് പാറിന് മേടിക്കാം. അതായത് 100 രൂപേൻ്റെ ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ 100 രൂപ തന്നെ മേടിക്കാം. അതല്ലെങ്കിൽ പ്രീമിയത്തിന് മേടിക്കാം, 110 രൂപ മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം, അതായത് 90 രൂപ മേടിക്കാം. ഓക്കെ. അത് ഇഷ്യൂ ചെയ്യുന്ന സമയമാണ്. പക്ഷേ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, റിഡംഷൻ്റെ സമയത്ത് അറ്റ് പാറിന് കൊടുക്കാം, അതായത് 100 രൂപ മേടിച്ചാൽ 100 രൂപ തിരിച്ചു കൊടുക്കണം. ഓർ പ്രീമിയം, അല്ലെങ്കിൽ 110 രൂപ തിരിച്ചു കൊടുക്കാം. ഒരിക്കലും 90 രൂപ തിരിച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ. എന്ന് വെച്ചാൽ ഡിബഞ്ചർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കുറഞ്ഞ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ പാടില്ല. അത് അതിൻ്റെ ഫേസ് വാല്യൂ തിരിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കാം. ഒരിക്കലും കുറവ് തിരിച്ചു കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് റെഡീമിങ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റെഡീം ചെയ്യാനുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഓർ പീരിയോഡിക്കൽ ഡ്രോയിങ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഡിബഞ്ചർ നമ്മൾ എങ്ങനെ കൊടുക്കുന്നുള്ളതാണ്. ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ വീട്ടുന്നതാണ് എന്ത്? പീരിയോഡിക്കൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് 5 ലക്ഷം രൂപയാണ് നമുക്ക് കൊടുക്കാനുള്ളത്, കമ്പനിക്ക് കൊടുക്കാനുള്ളത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ കമ്പനി അതെന്ത് ചെയ്യും? ഓരോ വർഷവും ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരു 1 lakh കൊടുക്കും, ദെൻ ഒരു 2 lakh കൊടുക്കും, പിന്നെ ഒരു 2 lakh കൊടുക്കും. അങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അതിങ്ങനെ കൊടുത്തു വീട്ടുന്നതാണെന്ത്? ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഒഴിവാക്കുക, അവരെ പിരിച്ചുവിടുക. then അടുത്തതാണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ്. ലംസം മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് അല്ല, പകരം 5 വർഷത്തിനാണ് കടം മേടിച്ചതെങ്കിൽ, 5 വർഷത്തിനാണ് ഡിബഞ്ചർ എങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ആ ഫുൾ എമൗണ്ട്, ഇപ്പോൾ 5 lakh ആണെങ്കിൽ 5 lakh ഒറ്റ തവണ, 5 lakh മുഴുവനായിട്ടും ഒറ്റ തവണ അങ്ങോട്ട് കൊടുക്കുന്നതാണത് റിഡംഷൻ ബൈ ലംസം മെത്തേഡ്. ഫുൾ എമൗണ്ട് ഫൈനലായിട്ട് ഒറ്റ തവണ സെറ്റിൽ ചെയ്യുന്നതാണ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ്. ഓക്കെ. ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് അല്ല, പകരം ഫുൾ എമൗണ്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റാണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ലംസം എമൗണ്ടിൽ വരുന്ന പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 5 lakh ആണ്. 5 lakh 5 വർഷത്തിന്. 5 വർഷം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് കമ്പനിയുടെ കയ്യിൽ 5 lakh ഉണ്ടായിരിക്കില്ല വിചാരിക്കുക. ആ സമയത്ത് ഇതൊരു ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഓരോ വർഷവും ഈ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് ഇങ്ങനെ മാറ്റിയിടും. റിഡീം ചെയ്യില്ല, പകരം എന്ത് ചെയ്യും? പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഓരോ വർഷവും കുറച്ച് എമൗണ്ട് ഇങ്ങനെ എടുക്കും. ഓക്കെ. ആ എമൗണ്ട് നമ്മൾ എടുത്തിട്ട് ഒരു ഫണ്ടിലിടും, ഒരു സിങ്കിങ് ഫണ്ട് എന്നാണ് അതിന് പറയാം. ഓക്കെ. ആ ഫണ്ടിൽ മാറ്റി വെക്കും. റിഡീം ചെയ്യാനുള്ള എമൗണ്ടാണ് എടുക്കുന്നത്, മാറ്റി വെച്ചിട്ട് ആ ഫണ്ട് അവിടെ വെറുതെ വെക്കില്ല, പകരം എന്ത് ചെയ്യും? അത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് കമ്പനിക്ക് ഉറപ്പുള്ള റിട്ടേൺ കിട്ടുന്ന ഉറപ്പുള്ള റിസ്ക് കമ്മിയുള്ള സെക്യൂരിറ്റിയിൽ കമ്പനി കൊണ്ടുപോയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും, ആ മാറ്റി വെക്കുന്ന എമൗണ്ട്. എന്നിട്ട് ഇവർക്ക് കൊടുക്കാൻ സമയമാകുമ്പോൾ, അതായത് റിഡീം ചെയ്യാൻ സമയമാകുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അങ്ങോട്ട് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇവരെ റിഡീം ചെയ്യും. അപ്പോൾ വിൽക്കുന്ന സമയത്ത് കമ്പനിക്ക് എന്ത് ചെയ്യും? കുറച്ച് ലാഭം കിട്ടും.
ഓക്കെ, ചില സമയത്ത് നഷ്ടമായിരിക്കാം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്, അതിനൊക്കെയുള്ള ജേണൽ എൻട്രീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതാണ്, കമ്പനി എന്ത് ചെയ്യും, പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കും, അതൊരു ഫണ്ടിലിടും, ആ ഫണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് റിഡീം ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് ഇവർക്ക് എന്ത് ചെയ്യും, ഈ കടം മേടിച്ച ആളുകൾക്ക് ക്യാഷ് കൊടുക്കും. ഇതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അടുത്തതാണ് റിഡംഷൻ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. സെയിമാണ്, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും, കുറച്ച് എമൗണ്ട് ആ പോളിസിയിൽ ഇങ്ങനെ അടക്കും, ദെൻ അവസാനം ആ പോളിസിയിലെ എമൗണ്ട് നമുക്ക് ഒന്നായിട്ട് തിരിച്ചു കിട്ടും. ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ റിഡീം ചെയ്യും. ഓക്കെ, ഇതിനടുത്താണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും സ്വന്തം ഡിബെഞ്ചർ പർച്ചേസ് ചെയ്യുക എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ കമ്പനിയുടെ 1 lakh rupees ഡിബെഞ്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 5 വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി. 5 വർഷം കഴിഞ്ഞാലാണ് കമ്പനി അത് റിഡീം ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുക, 1 lakh തിരിച്ചു കൊടുക്കുക. സോ ഈ എ എന്ന ആൾക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യമായി വന്നു, അയാളത് സെയിലിന് വെച്ചു, ഡിബെഞ്ചർ എന്തിനു വിൽക്കാൻ വെച്ചു. ആ സമയത്ത് കമ്പനി തന്നെ അത് പോയിട്ട് മേടിക്കുക. ഓക്കെ, കമ്പനിക്ക് അതിനോട് ലാഭം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഒരു 2ാമത്തെ വർഷമൊക്കെയാണ് അത് സെയിലിന് വെക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കയ്യിൽ ക്യാഷും ഉണ്ട്. ആ സമയത്ത് കമ്പനിക്ക് അത് മേടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 വർഷത്തിന് കമ്പനിക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആണ് റിഡംഷൻ ബൈ കൺവേർഷൻ ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. നെക്സ്റ്റ്, റിഡംഷൻ ബൈ കൺവേർഷൻ ഇൻ ടു ന്യൂ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. പുതിയ ഷെയറോ അല്ലെങ്കിൽ പുതിയ ഡിബെഞ്ചറോ ആക്കി മാറ്റുക എന്ന് വെച്ചാൽ, ഒരു 5 lakh rupees ഡിബെഞ്ചർ റിഡീം ചെയ്യാനായിട്ടുണ്ട്, കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഇല്ല. ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യും, ഈ ഡിബെഞ്ചേഴ്സിനെ, ഈ 5 lakh rupees ഡിബെഞ്ചേഴ്സിനെ എന്ത് ചെയ്യും, പുതിയൊരു ഡിബെഞ്ചേഴ്സാക്കി മാറ്റും. എന്ന് വെച്ചാൽ ഈ 5 lakh rupees ഡിബെഞ്ചർ 8% ഡിബെഞ്ചറാണെന്ന് വിചാരിക്കുക. അതിന് എന്ത് ചെയ്യും, കമ്പനി ഒന്ന് മാറ്റി കൊടുത്തിട്ട് അത് 10% ഡിബെഞ്ചറാക്കും. 10% ഇൻട്രസ്റ്റ് കൊട്ടുന്ന ഡിബെഞ്ചറാക്കിയിട്ട് മാറ്റി കൊടുക്കും. ഓക്കെ, റിഡീം ചെയ്യാൻ ക്യാഷ് ഇല്ല. ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യും, അതിനെ 10% ഡിബെഞ്ചറാക്കിയിട്ട് മാറ്റി കൊടുക്കും. ആദ്യം 8% ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നത്, അതിന് 10% ഡിബെഞ്ചറാക്കിയിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ എന്താണ്, കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 5 ലക്ഷം രൂപയുടെ ഡിബെഞ്ചറിന് എന്ത് ചെയ്യുക, ഷെയറാക്കി മാറ്റി കൊടുക്കുക. ഷെയറാക്കി മാറ്റുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഓണർഷിപ്പായി, കമ്പനിയിൽ ഓണർഷിപ്പായി, ഡിവിഡൻഡ് കിട്ടും, അങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. സോ 2 രൂപത്തിൽ ചെയ്യും, ഒന്നെങ്കിൽ അതിനെ പുതിയൊരു ഡിബെഞ്ചറാക്കി മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഷെയർ ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. റിഡീം ചെയ്യാനുള്ള ഫണ്ട്, അതിൻ്റെ സോഴ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട്, എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ സമയമായി, കമ്പനിയുടെ കയ്യിൽ ക്യാഷും ഇല്ല. കമ്പനി എന്ത് ചെയ്യും, പുതിയ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യും, പുതിയ കുറച്ച് ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. 5 ലക്ഷം രൂപക്ക് പുതിയ കുറച്ച് ഷെയറുകൾ ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ പുതിയ കുറച്ച് ഡിബെഞ്ചറുകൾ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, കമ്പനിയുടെ കയ്യിൽ ക്യാഷ് വരും. ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഈ പഴയ കൊടുക്കാനായിട്ടുള്ള, റിഡീം ചെയ്യാനായിട്ടുള്ള ഈ ഡിബെഞ്ചേഴ്സിന് എന്ത് ചെയ്യും, അവർക്ക് ആ ക്യാഷ് കൊടുക്കും. ഓക്കെ, ഇതാണ് എന്ത്, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. നെക്സ്റ്റ്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇനി കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും, പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യും, 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്ന രൂപമാണ് എന്ത്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് റിഡീം ചെയ്യുക. ഈ മെത്തേഡിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ ഇത് ബാധിക്കും. ദെൻ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി ഫണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ച ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, റിഡീം ചെയ്യുക. ഇത്രയും ആണ് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്.